ഇനി ഈ കേസിൽ നടന്നത് എന്താണ്, ഇത്രയും കാലത്തിനിടയിൽ ഈ 9 മാസത്തിനിടയിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. താനൂരിലെ താമർ ജിഫ്രി എന്ന യുവാവിന്റെ മരണം, അത് ഒരു കുഴഞ്ഞു വീഴുള്ള മരണം അല്ലെങ്കിൽ ലഹരി പദാർത്ഥം അമിതമായി കഴിച്ചത് മൂലമുള്ള ഒരു മരണം, അങ്ങനെയായി ഒതുങ്ങിപ്പോകേണ്ട ഒരു കേസായിരുന്നു. അതൊരു കസ്റ്റഡി കൊലപാതകമാണ് എന്നതിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എത്തിയത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു വരാം. അതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് നമ്മുടെ ഡാറ്റാ സെന്ററിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 2023 കഴിഞ്ഞ വർഷം ജൂലൈ 31 ലഹരി കൈവശം വെച്ചെന്ന് ആരോപിച്ചുകൊണ്ട് താമർ ജിഫ്രി ഉൾപ്പെടെ 12 പേരെ ഡാൻസ സംഘം കസ്റ്റഡിയിലെടുക്കുന്നതോടുകൂടിയാണ് ഈ കേസിന്റെ തുടക്കം. ജൂലൈ 31 വൈകിട്ട് തന്നെ 7 പേരെ വെറുതെ വിട്ടു, 5 പേരെ പ്രതി ചേർത്തു. അതായത് 12-ൽ 7 പേരോട് പൊക്കോളാൻ പറയുന്നു, 5 പേരെ അതിൽ പ്രതി ചേർക്കുന്നു. അതിനുശേഷമാണ് ക്രൂരമായ മർദ്ദനത്തിന് താമർ ജിഫ്രി ഇരയാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഓഗസ്റ്റ് 1-ാം തീയതി തൊട്ടടുത്ത ദിവസം ഒരു രാവിരുട്ടി വെളുക്കുന്നതിന് മുൻപ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല താമർ ജിഫ്രിക്ക്. കസ്റ്റഡിയിലിരിക്കെ താമർ ജിഫ്രിയുടെ മരണം സംഭവിക്കുകയാണ്. ആശുപത്രിയിലേക്ക്, അജ്നോറ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ താമർ ജിഫ്രിയുടെ മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ് 1-ാം തീയതി നമ്മൾ കാണുന്നത്. ഓഗസ്റ്റ് 2-ാം തീയതി തൊട്ടടുത്ത ദിവസം താമർ ജിഫ്രിയെ കസ്റ്റഡിയിലെടുത്തവരടക്കം 8 പോലീസുകാർക്ക് സസ്പെൻഷൻ ലഭിക്കുകയാണ്. അതിനുശേഷമാണ് ഏറ്റവും നിർണായകമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോഴും അതിനിടയിലും നടക്കുന്ന വാദപ്രതിവാദങ്ങളൊക്കെ താമർ ജിഫ്രി ലഹരി പദാർത്ഥം അമിതമായി ഉള്ളിൽ ചെന്ന് മരിച്ചു എന്നുള്ളതാണ്. ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഫൈൻഡിങ്സ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ നമ്മൾ കാണിച്ചു വന്നു വിശദമായി തന്നെ. 21 മുറിവുകൾ താമർ ജിഫ്രിയുടെ ശരീരത്തിലുണ്ടായിരുന്നു. പോലീസിന്റെ ഹാൻഡ് കഫ് ഇട്ടുകൊണ്ടുള്ള മർദ്ദനം അത് മരണത്തിന് കാരണമായി എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നത് ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. ഓഗസ്റ്റ് 10-നാണ് അന്വേഷണം CBIക്ക് വിടുന്നത്. അതുവരെ നടന്ന അന്വേഷണത്തിലെ അപര്യാപ്തതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് താമർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി അടക്കമുള്ളവർ, ഒപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളൊക്കെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ അന്വേഷണം CBIക്ക് വിടുന്നു. റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന കണ്ടെത്തലുകൾ ഇതിനൊക്കെ ആസ്പദമായി എന്നുള്ളതും യാഥാർത്ഥ്യം. ഓഗസ്റ്റ് 13-നാണ് 4 പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ കൊലക്കുറ്റം ചുമത്തുന്നത്. ഈ 4 ഉദ്യോഗസ്ഥരാണ് താമർ ജിഫ്രിയെ ക്രൂരമായി മർദ്ദിച്ചു കൊന്നത് എന്നുള്ള ഫൈൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 21-ന് മനുഷ്യാവകാശ കമ്മീഷൻ താമർ ജിഫ്രി കേസിൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കണമെന്നുള്ള റിപ്പോർട്ട് തേടുകയാണ്. 25-ാം തീയതിയാണ് കേസ് ഡയറിയും അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ഹാജരാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെടുന്നത്. താമർ ജിഫ്രിയുടെ കുടുംബം കോടതിയുടെ വഴിയിൽ അല്ലാതെ മാധ്യമങ്ങളിലൂടെയൊക്കെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഈ കേസിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന്. അപ്പോഴാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് നിർണായകമായ ഈ ഇടപെടൽ ഉണ്ടാകുന്നത്. 26-ാം തീയതിയാണ് കസ്റ്റഡി മരണത്തിലെ പ്രതിപട്ടിക ക്രൈംബ്രാഞ്ച്, ആദ്യഘട്ട അന്വേഷണത്തിൽ പ്രതിപട്ടിക ക്രൈംബ്രാഞ്ച് സമർപ്പിക്കുന്നത് 26-ാം തീയതിയാണ്. അതിനുശേഷം CBI അന്വേഷണത്തിലേക്ക് ഇതിനകം തന്നെ വിട്ട കേസാണ്. അതുകൊണ്ട് തന്നെ കേസ് രേഖകൾ കൈമാറണം. അവിടെയും ഒരു കാലതാമസം ഉണ്ടാകുന്നുണ്ട്. 10-20 ദിവസത്തെ സമയമെടുത്തു ക്രൈംബ്രാഞ്ച് കേസ് രേഖകൾ CBIക്ക് കൈമാറുന്നത് സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ മാസം 15-ാം തീയതിയാണ്. CBIക്ക് കൈമാറിയതിന് ശേഷമുള്ള അന്വേഷണ വഴി അതിൽ വേഗം കുറയുന്നു. അതുപോലെ തന്നെ അന്വേഷണം പോകുന്ന വഴികൾ അതെല്ലാം റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന വിവരങ്ങളുമായി ചേർന്ന് നിൽക്കുന്നത് തന്നെയായിരുന്നു. മെയ് 4-ാം തീയതിയാണ് പ്രതികളായ പോലീസുകാരെ ഇപ്പോൾ CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാലമെടുത്തു ഈ അറസ്റ്റിലേക്ക് എത്തുന്നതിന്. സെപ്റ്റംബർ 15-ന് കേസ് രേഖകൾ കിട്ടിയതാണ് CBIയുടെ കയ്യിൽ. ഇന്ന് മെയ് 4-ാം തീയതിയാണ് പ്രതികളായ പോലീസുകാരെ CBI അറസ്റ്റ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസം എന്താണ് എന്ന് വെച്ചാൽ, വെറുമൊരു ലഹരിമരുന്ന് അമിതമായി കഴിച്ച, ലഹരിമരുന്ന് കൈവശം വെച്ചതിന് പിടിയിലായ ഒരാളുടെ ഒരു മരണമായി ഒതുങ്ങിപ്പോകാമായിരുന്ന ഒരു കേസാണ്. ഇത്രയധികം പേർ ഉൾപ്പെട്ട പിടിച്ചുകൊണ്ടുവന്നത് എവിടെ നിന്നാണോ അവിടെ നിന്നും മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം ഇടിമുറിയിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി വിലങ്ങിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ള വിവരത്തിലേക്ക്, വസ്തുതയിലേക്ക് ഈ കേസ് പുറത്തുവരുന്നത്. ഇടിമുറികൾ ഉണ്ടോ എന്ന ചോദ്യം മലയാളി വീണ്ടും ചോദിച്ചത് താനൂരിലെ താമർ ജിഫ്രിയുടെ കൊലപാതകത്തിന് ശേഷമാണ്.